എന്നാണ് പറയുന്നത്. ഇയാൾ പറയാണ് അങ്ങ് ഏത് പത്രത്തിലാണ് വന്ന് ആയിരക്കണക്കിന് മുടിയുണ്ട്, പിന്നെ നിഷേധിക്കണമൊക്കെ. ഞാൻ ചോദിക്കുന്നു, കുരിയാട് നദി ആ വാർത്ത ഏത് പേപ്പറിലാണുള്ളത്? ആയിരക്കണക്കിന് മുടികളുള്ള ഒരാൾ, കേരളത്തിലെ ഒരാൾക്കൊരു മുടി കൊടുത്തു എന്ന വാർത്ത ഏത് പത്രത്തിലാ വന്നത്? എതിരാളികൾ പടച്ചുവിട്ട ഏതെങ്കിലും വാചകങ്ങൾ, ഏതെങ്കിലും നെറ്റുകൾ, ഏതെങ്കിലും ലഘുലേഖകൾ, ഏതെങ്കിലും പത്രത്തിൽ ആരെങ്കിലും കൊടുത്തതാണോ നിങ്ങൾ ഉദ്ധരിച്ചത്? ചോദിക്കട്ടെ, ആ ഷെയ്ഖ് അഹമ്മദ് ഖസറജി ആയിരക്കണക്കിന് മുടിയുണ്ട് എന്റെ കയ്യിൽ, ഒന്ന് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയുണ്ടോ? നിങ്ങൾ എന്തിനിങ്ങനെ കള്ളം പറയുന്നത്? ആയിരക്കണക്കിന് മുടികൾ അവിടെ ഉണ്ട്, നമുക്ക് നോക്കേണ്ടതെന്ന് ആദ്യം ഒഴിഞ്ഞു നോക്കി, പിന്നെ ഉണ്ട് സ്ഥിരപ്പെടുന്ന ഉറപ്പാ. അപ്പൊ ഏത് പത്രത്തിലാ വന്ന് നിഷേധിക്കാൻ നോക്കുക? നമ്മൾ പറയട്ടെ, സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഞാനും പല തവണ അബൂദാബിയിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ട്. നമുക്ക് പോകാൻ വളരെ സൗകര്യമാണ്. സാക്ഷാൽ നിങ്ങൾക്ക് കൈമാറിയ അറബ് സഹോദരൻ ജീവനോട് നിലനിൽക്കുന്നുണ്ട്, ആ മുടിയുടെ ശേഖരവും നിലനിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് മുടികളുടെ കെട്ടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ടിക്കറ്റ് സൗജന്യമായി നൽകാം, വിസ സൗജന്യമായി നൽകാം, അബൂദാബിയിലേക്ക് കൂടെ വരാൻ തയ്യാറുണ്ടോ എന്ന് വിനയപൂർവ്വം ചോദിക്കുകയാണ്. പ്രതികരിക്കണം, ഒഴിഞ്ഞു പറ്റില്ല. ഇനി പേരോട് തമ്മിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ഇത് കാന്തപുരത്തിന്റെ മകൻ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ വിഷയത്തിൽ ഒരു പുസ്തകം, അയാളുടെ 2 കെട്ടുകൂടി ഞാനവിടെ കണ്ടുകള്. ഞാൻ ആ വാദങ്ങൾ വായിപ്പിച്ചാലോ? അതിന് പോകണമെന്നില്ല. പേജ് നമ്പർ 42 സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയെ ഹൈദറജി കാണിച്ചു കൊടുത്തതാ പറയുന്നു. ഒരിക്കൽ അദ്ദേഹം ഹസ്രജി തങ്ങളുടെ പക്കലുള്ള ആസാരുടെ ശേഖരം കാണിച്ചു തന്നു. അമൂല്യവും മഹത്തരവുമായ തിരുശേഷിപ്പുകളുടെ ഒരു വലിയ നിധി തന്നെ കാണാൻ സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅറ മുബാറക്കിന്റെ 2 കെട്ടുകൾ തന്നെ ഉണ്ടവിടെ. 2 കെട്ടുകളുണ്ടെന്ന് പറയുന്നത് ഞങ്ങളല്ല, പച്ചയായി എഴുതി വെച്ച നിങ്ങൾ ഓമനിക്കുന്ന സാക്ഷാൽ കാന്തപുരത്തിന്റെ പൊന്നാമന മകനാണ്. ടിക്കറ്റ് എടുക്കാൻ മടിയുണ്ടെങ്കിൽ, യാത്ര കൂടെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേർക്കുനേരെ കാന്തപുരത്തിന്റെ മകനോട് ചോദിക്കാം. സംഭവമുണ്ട്, നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.